Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. എടാ നീ ഇങ്ങനെ എമോഷണൽ ആയാൽ എങ്ങനെ? നിനക്ക് കാര്യമായിട്ട് എന്താ പറ്റിയേ? ഹേയ് ഒന്നുമില്ലടാ, പെട്ടെന്ന് ആ പാട്ടിനോട് കണക്ട് ആയിപ്പോയി. അതാ, വേറൊന്നല്ല. അത് ധനുഷിനെ ആലോചിച്ചപ്പം എനിക്കങ്ങ് സങ്കടം അടക്കാൻ പറ്റിയില്ലെന്നേ. ധനുഷിനെ ആലോചിച്ചിട്ടോ? ആ പിന്നെ അല്ലാണ്ട് ആ പാട്ടിലെ അങ്ങേര് ലവ് ഫെയിലിയർ ആയിരുന്നേ. എത്ര ഫീൽ ചെയ്ത് പാടിയതെന്നറിയോ? അപ്പം ആ പാട്ട് പാടിയപ്പം എനിക്കങ്ങ് ധനുഷിന്റെ മുഖം ഓർമ്മ വന്നേ. അതാ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞേ. അതാടാ വൈ മച്ചാ, ഒറ്റ ചവിട്ടുന്നുണ്ടല്ലോ അവനും ആണ്ടൊരു ധനുഷും. വൈ മച്ചാ, ഒരു ഫാനാകുമ്പം ഇങ്ങനൊക്കെ തന്നെയല്ലേ? അതും ഞാനേ ധനുഷിന്റെ ഡൈഹാർട്ട് ഫാനാ. അപ്പൊ പിന്നെ എന്റെ ധനുഷ് ഹേർട്ടായ ഞാൻ ഹേർട്ടാവത്തില്ലേ? മേ ബി നിനക്ക് ധനുഷിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എന്നാ ഓക്കെ, നീ പോയി കിടക്ക്. ഗുഡ് നൈറ്റ്. ജൂലി പറഞ്ഞു ശരിയാ, നിന്റെ പിരി എവിടെയോ ലൂസ് ആയിക്കണേ. നിനക്ക് രാവിലെ എവിടെങ്കിലും വീണെടുക്കണ്ടെങ്കിലേ എടുത്ത് ടൈറ്റ് ആക്കി തരണ്ട്. ആ പിന്നെ നാളത്തെ പൈങ്കിളിന്റെ പ്ലാനൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ ഉണ്ട് ഉണ്ട്. എന്നാലും അവള് സമ്മതിക്കണം. പിന്നെ ബ്രേക്കപ്പ് ആയവരൊക്കെ റിക്കവർ ചെയ്യണേല് അവളെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അല്ലടാ, ഇനിയിപ്പോ മണിക്കൂട്ടം നമ്മൾ വരണമെന്ന് നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യാ? അതിന് നമ്മളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? നമുക്ക് രാവിലെ തന്നെ അങ്ങ് മുങ്ങാന്നേ. അവരെ പ്ലാനൊക്കെ കഴിഞ്ഞ ശേഷേ പൈങ്കിളി മിസ് കോൾ അടിച്ചോളും. അപ്പൊ തിരിച്ചു പോരാന്നേ. ഓക്കെ ഓക്കെ. ഗൗതം ബ്രോ. ആ ഉണ്ണിമോളെ, അത് പൈങ്കിളിയും തമ്പുരവും വിളിക്കുന്നുണ്ടായിരുന്നു. അതാ. ഓ അത് ശരി, നാളത്തെ ഡേനെ പറ്റി പ്ലാൻ ചെയ്യാനായിരിക്കും. എന്നാ ഓക്കെ, ഞാനൊന്ന് പോയി നോക്കിക്കാട്ടെ. ഋഷി. ആ ബേബ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ ചെല്ലേ. என்னை விட்டு உயிர் போனாலும் உன்னை விட்டு நான் போமாட்டேன். ஜன்மம் பல அடித்தாலும் உன்னை யாருக்கும் தரமாட்டேன். என்னை விட்டு உயிர் போனாலும் உன்னை விட்டு நான் போமாட்டேன். சத்தியமா சொல்லுறேன்டி, உன்னை யாருக்கும் தரமாட்டேன். നമ്മളിപ്പോ നിൽക്കുന്നത് ക്ലൈമാക്സ് സീനിലാണേ. ഞാനിപ്പോ ഈ ഡ്രസ് കൊണ്ട് ചേട്ടന് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും ഇന്ന് റെഡ് ഡേ ആണ്. എന്നെ ചെറുപ്പം മുതലേ നല്ല വിശ്വാസമുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ അവൻ തീരെയും വിശ്വസിക്കത്തില്ല. അപ്പൊ പിന്നെ ഈ പ്ലാനില് പ്രധാനമായിട്ടുള്ള വിറ്റ്നസ് നിങ്ങൾ അടുത്തേക്കാ അവൻ അടുത്തത് വരാ. കഴിഞ്ഞില്ല, ശ്രദ്ധിച്ച് കേക്ക്. അവന് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോഴും നിങ്ങൾ പറയേണ്ട ഒരേ ഒരു മറുപടി ഇന്ന് റെഡ് ഡേ ആണോ. ദൃശ്യം മൂവിയാ? എന്ത് ചെയ്യാനാ, ചേട്ടനെ ദൃശ്യം മൂവിയിലെ പോലീസുകാരനെക്കാട്ടും ബുദ്ധിയാ. അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റിയൊന്നും പറഞ്ഞേക്കരുതേ. ഹേയ് ഇല്ലടേ, നീ ധൈര്യമായിട്ട് ചെല്ലേ. അതല്ലടേ, യു ഡോണ്ട് വറി, ഞങ്ങളില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഇതാ നമ്മൾ ലാസ്റ്റ് ചാൻസ്. ഇവിടുന്ന് പോണ മുന്നേ ചേട്ടനും ചേച്ചിയും എങ്ങനെയെങ്കിലും സെറ്റ് ആവണം. ഇന്ന് അതിന്റെ ഫൈനൽ ഡേ. അതുകൊണ്ട് പറയുന്നേ, ഒന്നും ഫ്ലോപ്പ് ആവരുത് ട്ടോ. എല്ലാത്തിലും നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കണം, മനസ്സിലായല്ലോ? ആടേ പേടിക്കണ്ട, മണിക്കുട്ടൻ ചേട്ടൻ ചോദിച്ചാൽ ഇതല്ലേ പറയണ്ടേ. അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാമില് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റെഡ് ഡേ ആണോ, എല്ലാരും റെഡ് ഡ്രസ് നിർബന്ധമായിട്ട് ഇടണം, ഇതല്ലേ? എക്സാക്ട്ലി. അല്ല, വീണേച്ചിനോട് രാവിലെ തന്നെ പറഞ്ഞോ? ഓ ചേച്ചിനൊക്കെ പറ്റിയ എളുപ്പല്ലേ, ഇൻസ്റ്റാഗ്രാമിൽ എന്തൊരു ട്രെൻഡിങ് എന്ന് പറഞ്ഞല്ലേ, അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുന്നേ. അതുകൊണ്ട് അവളുടെ കാര്യത്തിനെ പറ്റി പേടിക്കണ്ട. അതൊക്കെ രാവിലെ തന്നെ അവളെ പിരി കേട്ടിട്ടുണ്ട്. അവളിപ്പോ ഫുൾ റെഡിലായിരിക്കും. പകുതി ഘട്ടം കഴിഞ്ഞ് ഞാൻ പോയിട്ടെ. എന്നാ ഈ ഡ്രസ് ചേട്ടനെ കൊണ്ട് എങ്ങനെ റെഡിയിപ്പിക്കാൻ നോക്കട്ടെ. ധൈര്യമായിട്ട് ചെല്ലേ, എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആവും. ഓക്കേ? അല്ലടി, ഗൗതമ ഋഷിയും അവർ രണ്ടുപേരും രാവിലെ തന്നെ പോയിട്ടുണ്ട്. നീ വിളിക്കാതെ ഇനി അവര് വരത്തില്ല. പിന്നെ വീണീച്ച അമ്പലത്തിലേക്ക് വിളിച്ച
പെയ്യട്ടെ പെയ്യട്ടെ. അല്ലടാ, നീ കൊറേ നേരയില്ലേ ഈ ഫോണിൽ നോക്കി ചിരിക്കാൻ തുടങ്ങിട്ട്? അങ്ങനെ ചിരിക്കാൻ മാത്രം എന്ത് വാണാവോ അതിലുള്ളത്? ചുമ്മാ ഞങ്ങളെ പഴയ ചാറ്റിംഗ് ഒക്കെ വായിച്ചു നോക്കുവായിരുന്നു. ഭ്രാന്ത് അല്ലാണ്ടെന്ത്? പോടാ, ഇതൊക്കെ ഒരു രസല്ലേ? രസല്ല, മോര്. ആ, ഇവനൊന്നും നന്നാവാൻ പോണില്ല. ഒരു ലവ് ഫെയിലിയറിന്റെ രോദനേ. കുട്ടുവേ, ഋഷിയും ഗൗതമോനും എവിടെ പോയതാ? കാലത്ത് മുതലേ ആറ്റങ്ങള് കാണാനില്ലല്ലോ. ഓ, അതാ ചെറിയ ഞാനും നോക്കുന്നേ. അവന്മാരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. വണ്ടിയാണെങ്കിൽ പുറത്ത് കാണുമല്ല. പുറത്ത് എവിടെ പോയെന്നാ തോന്നുന്നേ. അല്ല മക്കളെ, നിങ്ങളല്ലേ ഇന്ന് അമ്പലത്തിലേക്ക് പോണെന്നൊക്കെ പറഞ്ഞിരുന്നേ? ആ, പോണം ചെറിയമ്മേ. കാരണം അമ്മ നേർച്ചയ്ക്ക് വേണ്ടി തന്നുവിട്ട സാധനങ്ങളൊക്കെ കയ്യിലുണ്ടേ. അത് ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഇവരെ കാണാത്ത സ്ഥിതിക്ക്. ഓ, അവറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ചെല്ലണ്ടേ? ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ? നിങ്ങളെല്ലാരും കൂടെ പോയിട്ട് വാ. എന്തായാലും ചേച്ചി പറഞ്ഞതല്ലയോ, പോയിട്ട് അത് ഏൽപ്പിച്ചാണ്ടേ. മഴയൊക്കെ ആയോണ്ടേ പിന്നെ ഇനി എപ്പോ ക്ഷേത്രം തുറക്കും അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ കൊല്ലത്തിലൊരിക്കലൊക്കെയാ അവിടെ പൂജ നടത്തുന്നേ. അതുകൊണ്ട് ചേച്ചി പറഞ്ഞ പോലെ കൊണ്ടേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോരേണ്ടേ. അല്ല ചെറിയമ്മേ, അവന്മാരില്ലാതെ എങ്ങനെ പോവാനാ? ഒരു വണ്ടിയല്ലേ ഉള്ളത്. നടന്നു പോവാച്ചാ അത്ര ദൂരം പോവാൻ പറ്റത്തില്ലല്ലോ. അതാ ആലോചിക്കുന്നേ. മഴ ആയോണ്ട് ഓട്ടോറിക്ഷയും കിട്ടത്തില്ല. ചേടാ, ഈ പിള്ളേരെ കൊണ്ടുള്ള എടുങ്ങാറേ. അല്ല, ഇജൊന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കിയാ? കൊറേ വിളിച്ചു ചെറിയമ്മേ. ഇപ്പൊ തന്നെ 10-50 കോളായി. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഗൗതമ പൊതുവെ 2 റിങ്ങിലൊക്കെ എടുക്കാറുള്ളതാ. ഇതെന്ത് പറ്റിയെന്ന് ആർക്കറിയാം? ഇനിയിപ്പോ ഫോണെങ്ങാനും സൈലന്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ലേക്കും. പുറത്തേതോ ബിഷക്കാര് വന്നിട്ടുണ്ട് ചെറിയമ്മേ, ഒന്ന് പോയോക്ക്. ഇവിടേക്ക് അങ്ങനെ ആരും വരില്ലല്ലോ. ഇത് പാറിയിക്കും. ഓ, അത് ശരി, ഈ പിച്ചക്കാരിയായിരുന്നോ? അല്ല മക്കളെ, ഇതെന്തോന്ന് എല്ലാരും അങ്ങ് ഡ്രസ് കോഡിലാണല്ലോ. അത് പിന്നെ രമ്യാന്റെ ഇന്ന് റെഡ് ഡേയാ? റെഡ് ഡേയോ? അല്ല മക്കളെ, അതെന്നതാ? അത് പിന്നെ ആന്റി റെഡ് കളറിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണെന്നേ. അത് ശരി, വന്ന് വന്ന് കളേഴ്സിന് ഒരു സ്പെഷ്യൽ ഡേ ആയോ? കാലം മാറിക്കൊണ്ടിരിക്കല്ലയോ. ഓ, ഇപ്പത്തെ പിള്ളേർ ഒരു ട്രെൻഡിങ്. അതെ, ഇങ്ങനൊന്നും വിളിക്കില്ലേ. വായിൽ കിടക്കുന്ന 32 തേൻട്രിപ്പല്ലേ നിലത്തെത്തിപ്പോവും. നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണ്ടേ? ഓ, ഇവളൊരുത്തി എന്താ? അമ്പലത്തെ പോകുമ്പോ ഡ്രസ് ഇടണ്ടേ? പിന്നെ ഇടാതാരെങ്കിലും പോവോ? ഓ, എനിക്കൊന്നും വേണ്ട, ഞാന് ഇതന്നിട്ട് വന്നോളാം. ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന റെഡ് ഡേ ആണെന്നേ. അപ്പൊ പിന്നെ ഇടാതിരിക്കാൻ പാടില്ല. ഓ, ഓളോ ഒരു ഇൻസ്റ്റാഗ്രാം ഓളും. ദേ, അയില് കാണുന്ന കോമാളിത്തരമാണെങ്കിൽ നീ കാണിച്ചു കൂട്ട്. എന്നോടൊന്നും പറ്റത്തില്ല, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരായിരിക്കും കുട്ടുവാ, മേടിച്ചിട്ടൂടെ? ഓ, അതേതെങ്കിലും കള്ള ജോയ്സിനായിരിക്കും ചെറിയമ്മേ. ഇതൊക്കെ ഉടായിപ്പാന്നേ, ഞാൻ കുറെ കണ്ടിട്ടുള്ളതല്ലേ. അതൊക്കെ വിശ്വസിച്ച് നമ്മൾ എന്തിനാ കോമാളി വേഷം കിട്ടുന്നേ? ചേട്ടാ, ഇങ്ങനൊന്നും പറഞ്ഞൂടെ? ചെറിയമ്മേ, പറഞ്ഞു കൊടുത്തൂടെ? ജോയ്സിയന്മാരെ വാക്കൊക്കെ നമ്മള് നിരസിച്ചു കഴിഞ്ഞാ അത് പിന്നെ ദോഷമല്ലയോ? എന്തായാലും ചേട്ടന് നല്ലതല്ലേ ചെറിയമ്മ ആഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നേ. ട്രെയിൻട്രിപ്പിലെത്തി കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാ. അവരങ്ങനെ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടാവൂടാ. അങ്ങനെ അവരെ വാക്കുകളൊന്നും എഴുതി തള്ളാൻ പറ്റത്തില്ലെന്നേ. മണിക്കുട്ടൻ ചേട്ടാ, ഏട്ടൻ മാത്രല്ല, ഞങ്ങള് റെഡ് ഡ്രസ്സിലാ. ഇന്ന് റെഡ് ഡ്രസ് ഇടുന്നവർക്ക് പ്രത്യേകിച്ചും നല്ല ഗുഡ് ന്യൂസ് കിട്ടുന്നൊക്കെയാ പറയുന്നേ. അതുകൊണ്ട് ഈട്ടാ ചേട്ടാ, ഒരു ഡ്രസ് അല്ലയോ? അതന്നെ ഏട്ടാ, ഡ്രസ്. ഇനിയിപ്പോ ഇതിടാതെ സ്വയം തരത്തില്ലല്ലോ. ഓളോളൊരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡും. ആരാണോ ഈ ട്രെൻഡൊക്കെ പഠിച്ചു വിടുന്നേ? പഠിച്ചു വിട്ടവന്റെ തലയിൽ തേങ്ങ വീഴട്ടെ.
ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അതങ്ങനെ 3 പേർക്കും ഒരുമിച്ച്? അത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ ഞങ്ങൾ വയറ് മാത്രം ശത്രുക്കളാവോ? എന്നാ പിന്നെ ഇന്ന് പോണ്ട, പിന്നെ ഒരു ദിവസം പോവാം. ഏതായാലും ഗൗതമും ഋഷിയൊന്നും ഇല്ലല്ലോ, വണ്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് പോണ്ട. നീ പാടിയല്ലോ പിള്ളച്ചാ. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ നോക്കിക്കോ, കൊല്ലത്തിലൊരിക്കലല്ലേ ഈ അമ്പലത്തില് പൂജ നടക്കുന്നേ. അപ്പൊ പിന്നെ ഇന്ന് പോയില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നേർച്ചയ്ക്കുള്ള സാധനമൊക്കെ അവിടെ കൊണ്ടേ കൊടുക്കും? അമ്മയാണെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞതാ, അച്ഛമ്മയ്ക്ക് വേണ്ടി എന്താ നേർന്നതാണത്രേ. അപ്പൊ പിന്നെ ആശോ, അപ്പൊ ശരിയാ മോളെ വീണേ. രമ്യാന്റി, എടാ അവിടെ കൊല്ലത്തിലൊരിക്കലാ നട എന്നെ തുറക്കല്ലേ. മഴ ആയോണ്ട് അങ്ങോട്ടേക്ക് ആരും പോകത്തില്ലെന്നേ. അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിലെങ്കിലും കൊടുത്തു വിടായിരുന്നു. ഇപ്പൊ എന്തായാലും നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുമല്ലേ? പിള്ളേർക്ക് വയറുവേനല്ലേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലെങ്കിലും എവിടെങ്കിലും പോണെന്ന് വിചാരിക്കുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അവന്മാർ രണ്ടിലും എവിടെ പോയെന്നു അറിയത്തില്ല. തൽക്കാലം മണിക്കുട്ടി റെഡിയാണ്. അവനെ താഴത്ത് കാത്തിരിപ്പുണ്ട്. നീ ഒരു കാര്യം ചെയ്, മണിക്കുട്ടിന്റെ കൂടെ നീ കൂടെ പോയിട്ട് പോരുന്നേ. അയ്യോ ആന്റി, അത് പിന്നെ നേർച്ചന്റെ കാര്യമായതുകൊണ്ടാ മക്കളെ, മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. ആന്റിക്ക് ആണെങ്കിൽ വരാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ വന്നുകഴിഞ്ഞാ അച്ഛമ്മന്റെ കാര്യമൊന്നും നോക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛമ്മനൊന്ന് ബാത്റൂമിലോട്ട് കൊണ്ടുപോകാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഒരു വാശി പിടിക്കുന്ന സ്വഭാവമുണ്ട്. അന്നേരമൊക്കെ അച്ഛമ്മന്റെ കൂടെ ഞാനില്ലെങ്കിലേ ശരിയാവത്തില്ലെന്നേ. അതുകൊണ്ടാ മക്കള് മണിക്കുട്ടിന്റെ കൂടെ പോയി പോരെ. അയ്യോ ആന്റി, അത് പിന്നെ മണിക്കുട്ടിന് ഒറ്റയ്ക്ക് പോയിക്കോട്ടെ. അവന് ആമ്പിൾ അറിയാലോ, പിന്നെ കൂടെ ബൈക്ക് ഉണ്ടല്ലോ. പിന്നെന്താ, അവൻ പോയിക്കോട്ടെ. മക്കളതിനെ അവനങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോവാറില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയത്തില്ല. മക്കൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൂടെ പോവാറുള്ളതല്ലേ. അപ്പൊ മക്കൾക്ക് അറിഞ്ഞൂടെ? ചെല്ലുന്നേ, ചെന്ന് ആ നേർച്ചക്കുള്ളത് കൊണ്ടേ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ തന്നെ പോരുന്നേ. അല്ല ആന്റി, അത് ഇനിയിപ്പോ വേറൊന്നുമില്ല വഴി, ഇതേ ഉള്ളു വഴി. വാ മക്കളെ, അവനെ താഴത്ത് കാത്തിരിപ്പുണ്ട്. അല്ല, 4 പേര് ഒരുമിച്ച് ഈ ബൈക്കില് ബാക്കിൽ എങ്ങനെ? അല്ല, അപ്പോ അവരൊന്നും വരുന്നില്ലേ? ആ, ഒരാളെങ്കിൽ ഒരാള്. നീ വാ, എന്നാ വേഗം പോയിട്ട് സാധനങ്ങൾ കൊടുത്തിട്ട് പോരാം. നീ അല്ലെന്നോ? പിന്നെ ആരെ? അത് കുട്ടുവോ, നീയും വേണേ പോയിട്ട് വാ. അവറ്റങ്ങൾക്ക് വയ്യാന്നേ. വയ്യോന്നോ? ഇത്ര നേരം ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ? അതൊക്കെ ആടുവാ, വരാൻ പറയേ. അയ്യോ ചേട്ടാ, സത്യായിട്ട് ഞങ്ങൾക്ക് വയ്യന്നേ. ഭയങ്കരേ ഞങ്ങൾക്ക് തീരെ വയ്യാന്നേ. അതാ ചേട്ടനും ചേച്ചിയും പോയിട്ട് വാ. അതന്നെ ഏട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വരത്തില്ലേ? ഏട്ടനെ അറിഞ്ഞൂടെ? ഇപ്പൊ വിശ്വാസായോ? എനിക്ക് ഉറപ്പാടി ഗ്രൈൻഡർ പലത്തി, ഇതൊക്കെ നിന്റെ പ്ലാനാണ്. ചെല്ലു കുട്ടുവാ, മഴക്കാരന് മുന്നേ പോയി വരാൻ നോക്കേ. ചെല്ലു വേണേ. ആന്റി, അത് പിന്നെ ചേച്ചി വരുന്നെങ്കിൽ വേഗം വാ. ചെറിയമ്മേ, ഞാനെന്നാ. ഓ ശരി മക്കളെ, നോക്കി പോണം കേട്ടാ. മഴ പെയ്തോണ്ട് നല്ല ബൈക്കൊക്കെ കാണും. നല്ല പതുക്കെ പോയാ മതി കേട്ടാ. ആയിക്കോട്ടെ ചെറിയമ്മേ, എന്നാ പോയരാട്ടോ. എടേ, എന്നാ ഞങ്ങൾ പോയിട്ട് കേട്ടോ. ചേച്ചി ബൈ. ബൈ. അല്ല, ഈ അമ്പലം നല്ല ദൂരണ്ടോ? ദൂരണ്ടെന്ന് പറഞ്ഞാ അടുത്ത് കൊണ്ടുവച്ചരോ? എന്റെ അമ്മോ, എന്തൊരു ജാടയത്. എനിക്കല്ലേ? പിന്നെ എനിക്കോ? എന്നാലൊരു മനുഷ്യന് ഇത്രയൊന്നും ജാട ഉണ്ടാവാൻ പാടില്ല. ആണോ? എന്നാലേ ഞാനത് സഹിച്ച്. നീ ഇപ്പൊ ചർച്ചിലേ? ചർച്ചിക്ക്? ആര് ചർച്ച?
ചിരിച്ചിരിക്കാ? ഞാനൊന്നും ചിരിച്ചിട്ടില്ല. കള്ളം പറയല്ലേ, ഞാൻ കേട്ടതല്ലേ. ഓ പിന്നെ, എന്നാ നിന്റെ തോന്നലായിരിക്കും. എനിക്ക് വെറുതെ ചിരിക്കാൻ ഭ്രാന്തൊന്നുമില്ല. ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. നീ ചിരിച്ചത് ഞാൻ കേട്ടതാണേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കേട്ടതാണല്ലോ. ഇനിയിപ്പോ എന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും ആവട്ടെ. അല്ല, പറ. ഈ അമ്പലത്തിന്റെ അടുത്തല്ലേ വൈകേന്റെ വീട്? ഇവളൊന്നും ഒരിക്കലും മാറാൻ പോണില്ല. മാറിന്ന് കരുതി സംസാരിക്കാൻ പോയാ എന്നെ വേണം പറയാനേ. അല്ല, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? വൈകേന്റെ മിണ്ടാതെ വരുന്നെങ്കി വാ. ഇങ്ങനെ കുണക്കുണക്കുണ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിലേ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് ഞാൻ പോകും, പറഞ്ഞേക്കാം. പിന്നെ നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? അവൻ സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. വെറുതെ പിടിച്ച് അവൻ വയലന്റ് ആക്കിയല്ലോ. ഏതാ അമ്മ എപ്പോഴും പറയുന്നേ, എന്റെ കണ്ടൊക്കെ ശനി എന്റെ വായിലാന്ന്. പല്ലിയോ? അതാര്? ഓർമ്മയൊക്കെ ഉണ്ട്. അല്ല, നാക്കിനെന്ത് പറ്റി? ഭക്ഷണം കഴിച്ചപ്പം ഉളുക്കിപ്പോയതാണോ? എല്ലാരും മാറിയാലെങ്ങനെ? ഒരാളെങ്കിലും എപ്പോഴും ഒരുപോലെ ഇരിക്കണ്ടേ? അതും ശരിയാ. അല്ല, ജൂലി എന്തേ? അവള് വീട്ടിലാ. ഓ, അത് ശരി. എന്തേ? അവനോ? അവനെന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? ഇതിനു മുന്നേ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് അവനെ എവിടെയല്ല, അതാ. ഓ, അത് ശരി. അല്ല, നിന്റെ ഫ്രണ്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഹേ ഹാൻസം, ചോദിച്ച കേട്ടില്ലേ? എന്താ മിണ്ടാത്തെന്ന്? 2 വാക്ക് മിണ്ടുവിൻ. എടാ പോടാ. ആ ഹാൻസമേ കുറച്ച് ഷൈ ടൈപ്പാ. അതാ, നീ വേറൊന്നും വിചാരിക്കണ്ട. I really like him. അച്ഛാ കേട്ടോട്ടാ, ഷീസ് ലൈക്ക് യുന്ന്. എടാ പോടാ. ഇന്ന് നീ തീർന്നടാ. അവളൊരാളെ നോട്ടിട്ട് കഴിഞ്ഞുണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ അവളെ സമാധാനപ്പെടുത്താൻ വേണ്ടി കയ്യോ കാലോ പിടിച്ചെടുക്ക. ഈ ചുമ്മാ അലമ്പുണ്ടാക്കല്ലേ. എന്താ മച്ചാ, നീ ഇങ്ങനെ പറഞ്ഞ മല്ലിക്കത് വിഷമാവൂലേട്ടാ. പോടാ അവിടുന്ന്. അയ്യോ, അങ്ങനെയല്ല സിസ്റ്റർ. അത് സിസ്റ്ററോ? ഞാൻ ഹോസ്പിറ്റലിലെ സിസ്റ്റർ അല്ല, നിന്റെ സിസ്റ്റർ അല്ല. പിന്നെ നീ സിസ്റ്റർ എന്ന് വിളിക്കുന്നേ? അയ്യോ, അത് കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇന്ന് നീ തീർന്നടാ. എടാ, നോക്കി നിൽക്കാതെ ആ പെണ്ണിനെ സമാധാനപ്പെടുത്ത്. അവളെ മോന്ത കാണുമ്പോ തന്നെ അങ്ങ് കടിച്ചു കീറാൻ വരുന്ന പോലെ ഉണ്ട്. അങ്ങനെ എപ്പോഴും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താൽ എങ്ങനെ? ഒറ്റയ്ക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കുന്നേ. പോടാ രാജദ്രോഹി. ചുമ്മാ വിളിച്ചതാ പല്ലി. പല്ലിയല്ല മച്ചാ, മല്ലി, പവിഴമല്ലി. പല്ലിയോ. സോറി മല്ലി, നിനക്ക് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. അത് പിന്നെ ഞാൻ കാഷ്വലായിട്ട്. ഇനി അങ്ങോട്ട് റെഡി ആവുന്നോ? എന്ത്? എടാ, അവൾ എന്താ പറയുന്നേ? ലവ് മച്ചാ, ലവ്, ഇഷ്ക്, പ്യാറ്, കാതൽ, മനസ്സിലായോ? എടാ, അതിന് ഞാൻ കമ്മിറ്റഡല്ലേ. നീ അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ. എന്റെ കാന്താരിങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ. കാന്താരി പോയിട്ട് പെപ്പർ സ്പ്രേ വന്നിട്ട് കാര്യമില്ല. ഇനി നിന്നെ രക്ഷിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. നീ ഒരുമാതിരി ആളെ പേടിപ്പിക്കില്ലേ. അവളെങ്ങാനും അറിഞ്ഞുണ്ടല്ലോ. നീ ഇപ്പൊ മര്യാദക്ക് ഇവളെ പറഞ്ഞയച്ചേ. എനിക്ക് കാണുമ്പോ തന്നെ പേടിയാവുക. അവള് പോവത്തില്ല മച്ചാ. കാരണേ അവക്ക് നിന്നോട് ക്രഷ് അടിച്ചെന്നേ. മച്ചാ, അവളെ പോളിസി എന്താന്നറിയോ? അവളൊരാളെ ക്രഷ് അടിച്ചു കഴിഞ്ഞാലേ പിന്നെ അവളായിട്ട് മനസ്സ് വെച്ചല്ലേ പിന്നെ അവനെ എവിക്ഷൻ ചെയ്യത്തുള്ളൂന്നേ. അത് പിന്നെ ഞാൻ കമ്മിറ്റഡാ. അതറിഞ്ഞാ തന്നെ അവള് സോറി പറഞ്ഞ് പൊക്കോളും. കോൺഫിഡന്റ്? എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. അത് പിന്നെ ഞാനേ കമ്മിറ്റഡാ. ഞാനിപ്പോ ചാറ്റ് ചെയ്യണതും എന്റെ ലൈനോടാ. അല്ല, അത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? ഒന്ന് പോടാ. ക്രഷ് അടിക്കാൻ അവള് എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നേ.
അപ്പത്തേക്കും ക്രഷ് അടിക്കുമല്ലേ? അതൊന്നും ഉണ്ടാവത്തില്ല. അവള് ചുമ്മാ കാഷ്വൽ ആയിട്ട് സംസാരിച്ചതേക്കും. വാ നമുക്കേ ഇനി ഇവിടെ നിക്കണ്ട. ഇനി ഇവിടെ നിന്നാലേ ചിലപ്പോ ശരിയാവത്തില്ല. നമുക്ക് പോവാം. അല്ല ഭയങ്കര വിളിക്കണ്ടേ? ഇനിയിപ്പോ അതൊന്നും നോക്കണ്ട. നീ ഒന്ന് വന്നേ. അതെ എന്തേ പോരുന്നോ? ഋഷി എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ ഭാഗ്യം മറക്കാണ്ട് വന്നേക്കണേ. ഇവനിത് എന്തിന്റെ കേട്? വാ വീട്ടില് കൊറേ ഗസ്റ്റ് ഒക്കെ ഉണ്ടെന്നേ. നീ എന്തായാലും വന്ന് ആ ഗസ്റ്റിനൊക്കെ മീറ്റ് ചെയ്യണം. ഓക്കേ മച്ചാ പോടാ. ഇതിന് എന്താ പറയാന്നറിയോ? വടി കൊടുത്ത് അടി മേടിക്കാന്ന്. നീ ഇപ്പൊ വടി കൊടുത്തിട്ടേ ഉള്ളൂ. അടി അതാരെ കയ്യിന്ന് കിട്ടുന്ന് കണ്ടറിയാം. ഐ എം കട്ട വെയിറ്റിംഗ്. കാന്താരി vs മല്ലി, പവിഴ മല്ലി.